നാം പലപ്പോഴും കരുതുന്നതുപോലെ ജീവിതം എപ്പോഴും നേരായ പാതയല്ല. ഒരിക്കൽ നാം കാത്തിരുന്ന ദിശ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ വഴിത്തിരിവ് തന്നെയാണ് ചിലപ്പോഴത് നമ്മെ നന്നാകാൻ സഹായിക്കുന്നത്. ഇത് ഒരു സ്ത്രീയുടെ ജീവിതമാറ്റം കുറിക്കുന്ന സത്യകഥയാണ്. വിവാഹത്തിനു ശേഷം ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും മറന്നിട്ടില്ലാത്ത ഒരാളുടെ കഥ. അവളുടെ പേരാണ് ആശ. ആശ 23 വയസ്സിൽ വിവാഹിതയായി. പഴയ പാടില്ലാത്ത ഒരു കുടുംബം, നല്ല ഭർത്താവ്, കുഞ്ഞുങ്ങൾ, നല്ല വാസസ്ഥലം, സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരിടത്ത് ഒരു ശബ്ദം പതിയിരുന്നത് പോലെ, നീ ഇതിലധികം ചെയ്യാൻ കഴിയുന്നവളാണ്. കാലത്ത് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉണക്കിക്കൊടുക്കൽ, അമ്മാവന്റെയും ഭർത്താവിന്റെയും ഭക്ഷണം തയ്യാറാക്കൽ, വൈകിട്ട് അവരുമായി സമയം ചെലവഴിക്കൽ എല്ലാം ആശയ്ക്ക് നവംപ്രഭയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അവൾ സ്വപ്നത്തിന്റെ ഭൂപടം പുനഃസംയോജിപ്പിച്ചത്. കൊച്ചുകാലത്തുമുതൽ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു ജ്വാല പോലെ ഒരു ആഗ്രഹം അവളിൽ ജനിച്ചിരുന്നു. ക്ലാസ്മേറ്റുകൾ എല്ലാം ജോലി നേടിയപ്പോൾ ആശയുടെ വഴിയിൽ കുടുംബമായിരുന്നു. ഒരു രാത്രിയിൽ അവൾ അലമാരയിൽ നിന്നും പഴയ പുസ്തകങ്ങൾ എടുത്തു. സിവിൽ സർവീസ് നോട്ട് ബുക്കിൽ ഒരു വരി. അവൾ സ്വപ്നം കാണുന്നു, അതിനാൽ അവൾ ജീവിക്കുന്നു. ആശ UPSC പഠനം തുടങ്ങിയത് വീട്ടിലെല്ലാം ഉറങ്ങിപ്പോയ ശേഷം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കും. വൈകിട്ട് കുട്ടികളെ ഉറക്കിപ്പെടുത്തിയ ശേഷം 2 മണിക്കൂർ കറന്റ് ഉദ്യോഗസ്ഥ ഹൊറോയി എഥിക്സ്. മറ്റുള്ളവരുടെ ഉറക്കം അവളുടെ വിജയം വളർത്തുന്ന സമയമായിരുന്നു. വീട്ടിൽ കുറച്ചുകൂടി സഹായം ലഭിച്ചു. ഭർത്താവ് പിന്തുണയായിരുന്നു. പക്ഷേ പലപ്പോഴും അവളുടെ തന്നെ ഹൃദയം സംശയിച്ചിരുന്നതിനാൽ അതിനെ മറികടക്കേണ്ടിവന്നു. പാചകം ചെയ്യുമ്പോഴും അവൾ മൈൻഡ് മാപ്സ് മനസ്സിലാക്കും. കുറിപ്പുകൾ മെസൂക്കുകളിൽ ഒട്ടിച്ചു. വീട് തന്നെ പരീക്ഷാശാലയായി മാറിയപ്പോൾ കുടുംബം തന്നെ അതിന്റെ ഭാഗമാവുകയും ചെയ്തു. പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ ഹേഷ്ട് വോയിസ് അഹമ്മദ് ഓൺലൈൻ ഫ്രീ ടെസ്റ്റ്സ്. അവൾ ഓരോ സങ്കേതവും തന്റെ സഹായിയായി മാറ്റി. ആശയുടെ ആദ്യത്തെ പ്രിലിംസ് ഫലം വന്നപ്പോൾ ഫലത്തിൽ അവളുടെ പേര് കാണാനായില്ല. മനസ്സിൽ വേദനയുണ്ടായിരുന്നെങ്കിലും അവൾ എഴുതിവെച്ചിരുന്നു. വീഴ്ച എന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ മാത്രം. അവൾ വീണ്ടും എഴുതി, വീണ്ടും ശ്രമിച്ചു. 3ാമത്തെ ശ്രമത്തിലാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തു. മെയിൻസ് കുറെ ആത്മവിശ്വാസത്തോടെ എഴുതി. ഇന്റർവ്യൂ ആദ്യമായി സാരിയിടാതെ ബ്ലേസർ ധരിച്ച് അപരിചിതരോട് സംസാരിക്കാൻ തയ്യാറായി. അവൾ ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് കുടുംബത്തെയും വൈദികയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ ഓരോ രംഗത്തും 100% കൊടുക്കുന്നു. ഒരു മാതാവ് ആകുമ്പോൾ ഞാൻ മുഴുവൻ അമ്മയാകുന്നു. പഠിക്കുമ്പോൾ ഞാൻ മുഴുവൻ UPSC ആകുന്നു. UPSC ഫൈനൽ റിസൾട്ട് വന്ന ദിവസം അവളുടെ മകൻ അവളെ പറഞ്ഞു, അമ്മയ്ക്ക് സാല്യൂട്ട് ചെയ്യം ഹേ. കണ്ണീരുമായി ഭർത്താവ് പറഞ്ഞു, നിന്റെ സ്വപ്നം എന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഇന്ന് ആശ ഒരു IPS ഓഫീസർ ആയി സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, കുട്ടികളുടെ ക്ഷേമം എന്നിവയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നു. അവളുടെ ഓരോ പ്രസംഗവും ഓരോ നടപടിയും മികച്ച മാതൃകയായി മാറുന്നു. വിവാഹം, അമ്മത്വം, കുടുംബം ഇതൊന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല. അവയെല്ലാം നിങ്ങളുടെ കരുത്താവാം. നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം. ഒരു സ്വപ്നം മരിക്കാതെ പിടിച്ചു നിൽക്കുമ്പോൾ ജീവിതം അതിനെ കരുതലോടെ തിരിച്ചുതരും. ഈ കഥ നിങ്ങൾക്കും പ്രചോദനമാകുമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരുമായി ഷെയർ ചെയ്യാനും. ഒരു വീട്ടമ്മയിൽ നിന്നും ഒരു അദ്ഭുത IPS ഓഫീസറിലേക്ക് നമുക്ക് സാല്യൂട്ട് ചെയ്യാം. ആശയ്ക്ക് ഇന്ത്യ.